ആകയാൽ പ്രിയപ്പെട്ടവർ, നമുക്ക് ആ ക്രൂശിലേക്കൊന്ന് നോക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കാൽവറി ക്രൂശിൽ മരിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടവൻ ഗോൽഗോഥാ മലമുകളിലേക്ക് പോകുന്നത് കണ്ടുപോകും. അവൻ്റെ തോളിലിരിക്കുന്ന ഘനമേറിയ ഭാരമേറിയ മരക്കുരിശ് അവൻ താങ്ങുവാൻ പോലും കഴിയുന്നില്ല. അത് നമ്മുടെ പാപത്തിൻ്റെ ചുമട പ്രിയപ്പെട്ടവരെ. അവൻ ചുമന്നു കൊണ്ടുപോയ ആ നമ്മുടെ പാപഭാരമാണ് മരക്കുരിശ് എന്ന് പറയുന്നത്. അതെ, നമ്മുടെ പാപഭാരം ചുമന്നുകൊണ്ട് അവൻ ഗോൽഗോഥാ മലമുകളിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ട്? പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും നരകവിധിക്ക് യോഗ്യരായിട്ട് തീർന്നതുകൊണ്ട് ദൈവമോ തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മേൽ നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരം വെച്ചു കൊടുത്തു. അവൻ നമ്മുടെ പാപഭാരം ചുമന്നുകൊണ്ട് ക്രൂശിലേക്ക് പോവുകയാണ്. അടിയേറ്റ് തകർക്കപ്പെടുന്നതും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമോ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ അടിയേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ ദണ്ഡനമേറ്റും ഇരിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ആർ വിശ്വസിക്കുന്നുവെന്ന് യെശയ്യാവും വിളിച്ചു പറയുന്നു. അങ്ങനെ നമ്മുടെ പാപഭാരം ചുമന്നുകൊണ്ട് അവൻ ഗോൽഗോഥാ മലമുകളിലേക്ക് പോവുകയും ആ ഇരു കള്ളന്മാരുടെ മധ്യേ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയേറ്റ് അവൻ ക്രൂശിൽ മരിപ്പാനും ഇടയായി. പ്രിയപ്പെട്ടവരെ, അവൻ മാത്രമേ നമ്മളെ സ്നേഹിച്ചിട്ടുള്ളൂ. അവൻ മാത്രമേ നമുക്ക് പകരക്കാരനായിട്ട് മരിച്ചിട്ടുള്ളൂ.